എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് SDLC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അതായത് IT കമ്പനിയിൽ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന ആളായാലും, അതായത് ഡെവലപ്പർ ആണെങ്കിലും ടെസ്റ്റിംഗ് QA ഏതൊരു പൊസിഷനിലാണെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് SDLC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. STLC എന്ന് പറഞ്ഞാൽ നമ്മുടെ IT കമ്പനിയിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. വെബ് ആപ്ലിക്കേഷൻ ആവാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആവാം, മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം. ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അതൊരു കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ കസ്റ്റമർക്ക് ഒരു ഭാവനയിൽ അവളുടെ ഒരു മൈൻഡിൽ നിന്നാണ് ആ ആശയങ്ങൾ വരുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യങ്ങളിൽ നിന്ന് തുടങ്ങി ആ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് അത് ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് അത് കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അത് കസ്റ്റമർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്ന വരെയുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സ്റ്റേജുകളെയും കൂടി പറയുന്നതിനാണ് നമ്മൾ SDLC എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു ഡെലിവർ എ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള, അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ആണ്, അതായത് ഒരു ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഒരു സ്റ്റേജസ്, അതിൻ്റെ കടന്നു പോകുന്ന പ്രോസസ്സുകളെയാണ് നമ്മളിവിടെ SDLC എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ഗാദറിംഗ് ആണ്. റിക്വയർമെൻറ്റ് ഗാദറിംഗ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് റിക്വയർമെൻറ്റ്സ് ഗാദറിംഗ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക. നമ്മൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സ്, അതായത് ക്ലയൻസിൻ്റെ അവിടെ നിന്നാണ്. ക്ലയൻസുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ചോദിച്ചറിഞ്ഞ് അത് ഡോക്യുമെൻ്റ് ചെയ്യും. അത് ചെയ്യുക നമ്മൾ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള പേരുള്ള ഒരാളുണ്ടായിരിക്കും. ഈ ബിസിനസ് അനലിസ്റ്റ് ആയിരിക്കും ക്ലയൻറ്റായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് SRS, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഉണ്ടാകും. അതാണ് ആദ്യത്തെ സ്റ്റേജ്, റിക്വയർമെൻറ്റ് ഗാദറിംഗ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ, റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻ്റ് വെച്ച് നമ്മൾ ബിസിനസ് അനലിസ്റ്റും പ്രൊജക്റ്റിൻ്റെ മാനേജരും ഡെവലപ്പേഴ്സും കൂടിയിരുന്ന് ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഫർദർ ഡിസ്കഷനും ഒരു സ്റ്റഡി നടത്തും. അതാണ് സെക്കൻഡ് സ്റ്റേജ്, അനാലിസിസ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അതായത് ഈ ഒരു അനാലിസിസ് അനുസരിച്ച് ഈ അനാലിസിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഹൈ ലെവൽ ഡിസൈനും അതിൻ്റെ ഡെപ്തിലുള്ള ഒരു ലോ ലെവൽ ഡിസൈനും നമ്മൾ ഉണ്ടാക്കുകയാണ്. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അതായത് ആപ്ലിക്കേഷനുള്ള ഡിസൈൻ നമ്മൾ ചെയ്യാണ്. നാലാമത്തെ സ്റ്റേജാണ് കോഡിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെവലപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം ചെയ്യുക, ഡെവലപ്പേഴ്സ് ഇരുന്ന് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള കോഡ് ചെയ്യുക. അതിപ്പോൾ പൈത്തണിലോ ജാവയിലോ ഏതൊരു ലാംഗ്വേജിലാണെങ്കിൽ അതിൽ കോഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജാണ് ടെസ്റ്റിംഗ്. ഇത് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് റൺ ചെയ്തത് നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെയാണോ, കസ്റ്റമർ റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണോ ഇത് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് ടെസ്റ്റേഴ്സ്, അതായത് QA ക്വാളിറ്റി അനലിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ വെരിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജ് ഡിപ്ലോയ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഡിപ്ലോയ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയും. ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണോ അത് ക്ലയൻസിൻ്റെ സിസ്റ്റത്തിൽ, ക്ലയൻസിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ എവിടെയാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ സെർവറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യും. ഈ ചെയ്യണത് ഇംപ്ലിമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സ് എന്നുള്ള ഒരു പോസ്റ്റുള്ള ആൾക്കാരാവും ചെയ്യുക, അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. ഇവരാണ് ഇത് ചെയ്യുക. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റേജാണ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ്. അതിൻ്റെ കൂടെയുള്ള മെയിൻ്റെനൻസും ഈ ഒരു ഫേസിൽ തന്നെയാണ് വരുന്നത്. ഇത്രയാണ് SDLCനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രധാനമായും ഈ സ്റ്റേജുകൾ പഠിച്ചു വയ്ക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ ആഗ്രഹിക്കുന്നവരും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജോബ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും BCA, MCA, BTech, MTech
BSc ഇലക്ട്രോണിക്സ്, BSc കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ തിരഞ്ഞെടുക്കാവുന്നതാണ്. അത്തരം ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ ലൈവ് ട്രെയിനിങ്ങിനും ഇന്റേൺഷിപ്പിനും സർട്ടിഫിക്കേഷനും പ്ലേസ്മെൻറ്റ് എന്നീ സർവീസുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.kinlearn.com സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.